ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ഹാർഡ് വർക്ക് വേഴ്സസ് സ്മാർട്ട് വർക്ക്, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എന്നുള്ളത്. എന്നാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ, അല്ലെ ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നോ നമുക്കറിയത്തില്ല. നമ്മുടെ അടുത്ത് എല്ലാവരും പറഞ്ഞു തരും, നീ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്ക് റിസൾട്ട് ഉണ്ടാവും. ശരിയാണ്, ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഹാർഡ് വർക്ക് മാത്രം കൊണ്ട് റിസൾട്ട് ഉണ്ടാവണം എന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇനി ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താന്ന് ഞാൻ പറയാം. ഒരു കഥ പറഞ്ഞുതരാം. ഒരു രണ്ട് മരം വെട്ടുകാരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആരാണോ ഈ 2 മരങ്ങളിൽ ആദ്യം വെട്ടിത്തീരുന്നത് അവർക്ക് ഇത്ര എമൗണ്ട് തരും എന്ന് പറഞ്ഞു. ആ ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പണിയെടുക്കാൻ തുടങ്ങി. ആദ്യത്തെ ആൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു നേരം വിശ്രമിക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മരം വെട്ടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വന്ന് മരം വെട്ടും, പിന്നെയും പോയിരിക്കും, പിന്നെയും മരം വെട്ടും. ഇത് തന്നെയാണ്. അപ്പം ആദ്യത്തെ ആളിത് കണ്ടപ്പോഴത്തേനും അയാൾ വിചാരിച്ചു, എനിക്ക് എന്നാ പൈസ കിട്ടും, കാര്യം ഞാൻ നിർത്താണ്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ മരമായിരിക്കും ആദ്യം മുറിച്ച് തീരുന്നുണ്ടാവുക. അങ്ങനെ അതിൻ്റെ ആൾ വന്നപ്പോഴത്തേനും രണ്ടാമത്തെ ആള് വേഗം മുറിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ആൾക്ക് ഇച്ചിരി കൂടെ മിച്ചം ഉണ്ടായിരുന്നു. അപ്പം ഇയാൾക്കിത് മനസ്സിലാവുന്നില്ല. ഉടനെ ആദ്യത്തെ ആൾ പ്രശ്നം ഉണ്ടാക്കി, ഞാനാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നത്, ഞാനാണ് ഏറ്റവും കൂടുതലും റെസ്റ്റ് എടുക്കാണ്ട് മരം മുറിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഇതെങ്ങനെ സാധിച്ചു? അങ്ങനെ ഒരു സംശയം വന്നു. അപ്പം രണ്ടാമത്തെ ആളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഞാൻ കണ്ടിരുന്നല്ലോ നിങ്ങളിങ്ങനെ റെസ്റ്റ് എടുക്കുന്നതൊക്കെ, പിന്നെ നിങ്ങൾ ഇതെങ്ങനെ ചെയ്തേന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞ ഉത്തരം ഇതാണ്, ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നില്ല, ഓരോ സമയവും ഞാൻ എൻ്റെ കോടാലിയുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ആൾ ചെയ്തതാണ് ഹാർഡ് വർക്ക്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ആൾ ചെയ്തതാണ് സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോഴത്തേനും കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ചെയ്യുന്ന മീൻസ് നമ്മുടെ ഗോളിലേക്ക് എത്താനുള്ള വഴി എളുപ്പമാക്കി. അയാളുടെ കോടാലിക്ക് മൂർച്ച കൂട്ടിയതോടുകൂടി മരം വേഗം വേഗം മുറിഞ്ഞു വന്നു. അപ്പം ഇതാണ് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ കാര്യമായിട്ട് പറയുവാണെങ്കിൽ, ഹാർഡ് വർക്ക് എന്ന് പറയുവാണെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് റെസ്റ്റ് ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ഇനി സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ അതേ ലക്ഷ്യത്തിലെത്താൻ കഠിനാധ്വാനവുമുണ്ട്, ആ ലക്ഷ്യത്തെ നമുക്ക് എത്ര വേഗത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താമെന്നുള്ളതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ എക്സാമിന് വേണ്ടിയിട്ട് ഒരാൾ 10 മണിക്കൂർ പഠിക്കുന്നു, ഒരാൾ 5 മണിക്കൂർ പഠിക്കുന്നു. ഈ 5 മണിക്കൂർ പഠിക്കുന്ന ആളും 10 മണിക്കൂർ പഠിക്കുന്ന ആളിനെക്കാട്ടിലും റിസൾട്ട് ഉണ്ടാക്കുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ 10 മണിക്കൂറുള്ള കുട്ടി കണ്ടിന്യൂസ് പഠിത്തം തന്നെ പഠിത്തമാണ്. 5 മണിക്കൂർ പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിലബസ് നോക്കി ഈ കുട്ടി ഏതിലൊക്കെയാണോ വീക്കായിട്ടുള്ളത് ആ കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത്, ഏതൊക്കെ സബ്ജക്റ്റാണോ ഈ കുട്ടി ബാക്കിലോട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ കാര്യങ്ങളെ നോട്ട് ചെയ്ത് അത് കൂടുതലിരുന്ന് പഠിക്കുന്നു. പക്ഷെ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് 5 മണിക്കൂറേ ഉള്ളൂ. ആ 5 മണിക്കൂറാണ് അവിടെ സ്മാർട്ട് വർക്കായിട്ട് വേണ്ടത്. ഇനി നമ്മളിലേക്ക് ഒരു ചോദ്യം വരാണ്, നമ്മളിൽ എന്താണ് ചെയ്യേണ്ടത്? ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ മതിയോ, അതേ സ്മാർട്ട് വർക്ക് മാത്രം ചെയ്താൽ മതി? എന്നാൽ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ നമുക്കത് വേണ്ട രീതിയിൽ ഫലപ്രദമായ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യാൻ നോക്കണം. ഇപ്പം ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. കാര്യം അയാൾ പഠിക്കുന്നുണ്ടാവാം, പക്ഷെ മേ ബി കുറച്ച് കഴിയുമ്പോഴത്തേനും അത് അയാൾ മറന്നു പോയിട്ടുണ്ടാവാം. എന്താണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം അയാൾ പോയിട്ടുണ്ടാവും, അയാൾക്ക് കുറച്ച് പോയിന്റ് മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. നേരെ മറിച്ച് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതിൽ എന്താണ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കണ്ടെത്തി ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോഴത്തേനുമാണ് നമുക്ക് അതിൻ്റെ അകത്തുള്ള റിസൾട്ട് കിട്ടുന്നത്. അതാണ് സ്മാർട്ട് വർക്ക്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എങ്ങനെയുള്ളൊരു പേഴ്സൺ ആണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.